നമസ്കാരം. ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും വിനായകൻ ചർച്ചയാവുകയാണ്. വിനായകനും ന്യൂസ് ഐറ്റിയിലെ മാധ്യമ പ്രവർത്തക അപർണ കുറുപ്പും തമ്മിലുള്ള അടിയോടടികൾ തുടരുകയാണ്. കഥ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കേരള ന്യൂസ് 60 വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. അടൂരിനെതിരെയും യേശുദാസിനെതിരെയും വിനായകൻ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഒരു FB പോസ്റ്റ് ഇട്ടത്. ഈ FB പോസ്റ്റ് പിന്നീട് അസഭ്യമാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തും അദ്ദേഹത്തിനെതിരെ സംസാരിച്ചും ഒക്കെ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. എന്തായാലും അതിന് ആ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ വന്ന കമന്റുകൾക്കും ഒക്കെ മറുപടിയായി ഇന്നലെ വിനായകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ശേഷം വിനായകൻ പൂർണ്ണമായിട്ടുള്ള അശ്ലീലമാണെന്നും ഒക്കെ പറഞ്ഞ് ന്യൂസ് ഐറ്റിയിലെ അപർണ കുറുപ്പ് ഒരു വാർത്ത ചെയ്യുന്നുണ്ട്. അതിനുശേഷം അപർണ കുറുപ്പിന്റെ ഒരു ചിത്രം വിനായകൻ തന്റെ ഫേസ്ബുക്കിൽ ഇടുന്നു. അപർണ കുറുപ്പിനെതിരെയൊക്കെ ഒരുപാടുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ അതുമൂലം സംഭവിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ പിന്നെ അപർണ കുറുപ്പ് ഭീഷണിയോ എന്ന രീതിയിൽ ഒരു വാർത്ത കൂടി ചെയ്യുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് വിനായകൻ രംഗത്തേക്ക് വരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് വിനായകന്റെ FB പോസ്റ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇങ്ങനെയാണ് അടൂരിനെ പറ്റിയും അതുപോലെ തന്നെ യേശുദാസിനെ പറ്റിയും ഒക്കെ എഴുതിയ കമന്റുകൾക്ക് അസഭ്യം എന്ന രീതിയിലുള്ള കമന്റ് വന്നപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയത്: ശരീരത്തിൽ ഒന്നും തന്നെ അസഭ്യമായില്ല എന്നിരിക്കെ സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് പറഞ്ഞത് അസഭ്യമല്ലേ? സിനിമകളിലൂടെ സ്ത്രീ ശരീരത്തെ അസഭ്യ നോട്ടം നോക്കിയ ആളല്ലേ അടൂർ? വെള്ളയിട്ട് പറഞ്ഞാൽ യേശുദാസ് പറഞ്ഞത് അസഭ്യം ആകാതിരിക്കുമോ? ജുബ്ബയിട്ട് ചെയ്താൽ അടൂർ അസഭ്യമാകാതെ ഇരിക്കുമോ? ചാലയിലെ തൊഴിലാളികൾ തിയേറ്ററിലെ വാതിൽ പൊളിച്ച് സെക്സ് കാണാൻ ചലച്ചിത്രമേളയിൽ കയറിയെന്നും അതിനെ പ്രതിരോധിക്കാനാണ് ടിക്കറ്റ് ഏർപ്പെടുത്തിയതെന്നും അടൂർ പറഞ്ഞത് അസഭ്യമല്ലേ? ദളിതർക്കും സ്ത്രീകൾക്കും സിനിമയെടുക്കാൻ 1.5 കോടി രൂപ കൊടുത്താൽ അതിൽ നിന്ന് കട്ടെടുക്കും എന്ന് അടൂർ പറഞ്ഞാൽ അസഭ്യമല്ലേ? സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ച മലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പൊ വീണ്ടും അപർണ കുറുപ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അത് അസഭ്യമാണ്, ഇദ്ദേഹം പൂർണ്ണമായിട്ടൊരു അശ്ലീലമാണ് എന്ന രീതിയിലൊക്കെ വാർത്ത ചെയ്യുന്നുണ്ട്. ഈ അപർണ കുറുപ്പിന്റെ ചിത്രമൊക്കെ വിനായകൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് എഴുതിയ ചില കുറിപ്പാണ് മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ അപർണ കുറുപ്പിനെ ചൊടിപ്പിച്ചത്. അപർണ കുറുപ്പ് ഭീഷണി എന്ന് പറഞ്ഞ് ഒരു വാർത്ത ചെയ്തപ്പോൾ അതിന് മറുപടിയായിട്ട് വിനായകൻ കൊടുത്ത മറുപടി അതുകൂടി ഞാൻ വായിക്കാം. അദ്ദേഹം എപ്പിലിട്ടത് ഇങ്ങനെയാണ്: ഭീഷണി അത്രേ. ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത ഇതുപോലുള്ള ചാനൽ മേധാവികൾ എത്രമാത്രം വിഷമായിരിക്കും ഭാഷയിൽ ഒളിപ്പിച്ച് സമൂഹത്തിലേക്ക് കടത്തുന്നത്. അറിയാം മാപ്രകളെ, നീയൊക്കെ നിന്റെ കുടുംബം പോറ്റാൻ വേണ്ടി പെടുന്ന പാടാണ് എന്ന്. പക്ഷേ ഒരിക്കൽ നിന്റെ മക്കളോട് അവരുടെ സഹപാഠികൾ ചോദിക്കും, ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെയാണോ നിന്റെ തന്തയും തള്ളയും ഒക്കെ ഈ മാധ്യമ പണിക്ക് പോകുന്നതെന്ന്. ഭീഷണിയും ഉത്തരവും എന്ന വാക്കുകളുടെ അർത്ഥം പോലും തിരിച്ചറിയാതെ ചാനലിൽ അന്തിച്ചർച്ച നടത്തി അവിടെയും വിനായകനെ വിറ്റ് നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഓണക്കോടിക്കുള്ള വകയൊപ്പിച്ചു. അതല്ലേ സത്യം? പുലഭ്യം. പുലഭ്യം എന്ന വാക്ക് അസഭ്യം ആകുന്നത് എങ്ങനെ? പുലയനും പുലയാടിയും പുലയാടി മക്കളും എന്ന വാക്കുകൾ അസഭ്യമാക്കിയ അതേ ചിന്ത തന്നെയല്ലേ അപർണെ നിന്റെ ചീഫ് മാധ്യമ പൊട്ടൻ നിന്നെ കൊണ്ട് പുലഭ്യം എന്നത് അസഭ്യ വാക്കാക്കിയത്? ഇതിലും നല്ലത് നീയും നിന്റെ ചാനൽ മേധാവിയും വേറെ വല്ല പണിക്കും പോകുന്നതാണ്. എന്ത് പണിയാണെന്നുള്ളത് ഈ സമൂഹത്തിനോട് ചോദിക്കൂ. വിനായകന്റെ ഉത്തരം വരുന്നതിന് മുമ്പേ അന്തിച്ചർച്ച നടത്താൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഈ ചാനൽ. എന്റെ സമൂഹത്തിന് ഞാൻ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുന്ന നാണക്കേടിനേക്കാൾ വലുതാണ് അപർണെ നിന്നെ പോലുള്ള മാധ്യമ സ്ത്രീ ശരീരങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരക്കേട്. ഞാനൊരു പുലയാടൻ, എന്റെ പെണ്ണ് ഒരു പുലയാടി. പുലയാടനും പുലയാടിയും ഉണ്ടാക്കുന്ന മക്കൾ പുലയാടി മോനും പുലയാടി മോളും. പുലയാടികളുടെ വീട് ചെറ്റക്കുടിൽ. ആ വീട്ടിൽ പുലയാടനും പുലയാടിയും പുലയാടി മക്കളും സംസാരിക്കുന്നത് പുലഭ്യം. അത് നിന്നെ പോലുള്ള മാപ്രകൾക്ക് അസഭ്യം. ഞാൻ പുലയനുണ്ടായതുകൊണ്ട് പുലയാടി മോനാവുകയും നീ പുലയന് ജനിക്കാത്ത സ്ത്രീ ശരീരമായതുകൊണ്ട് നിന്നെ പുലയാടി മോളെന്ന് വിളിക്കാൻ പറ്റാതാവുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ ബ്രാഹ്മണനിലും നമ്പൂതിരിയിലും നായരിലും കുറുപ്പിലും വാര്യരിലും ഈഴവനിലും എല്ലാം കള്ളനും കൊള്ളക്കാരനും പെണ്ണൂട്ടികളും അടങ്ങുന്ന വൃത്തികെട്ടവന്മാരുണ്ടാകുമ്പോൾ ആ വൃത്തികെട്ട മനുഷ്യമൃഗ ശരീരങ്ങൾക്ക് മാത്രം നാണക്കേട് ചാർത്തിക്കൊടുക്കുകയും വിനായകൻ എന്ന മനുഷ്യമൃഗം ചെയ്യുന്ന പ്രവർത്തികൾക്ക് വിനായകന്റെ സമൂഹത്തിനാകെ നാണക്കേട് പട്ടം ചാർത്തിക്കൊടുക്കുന്ന നിന്റെയൊക്കെ വൃത്തികെട്ട കൂട്ടിക്കൊടുപ്പ് മാധ്യമ ചിന്താഗതിയാണ് യഥാർത്ഥ അസഭ്യം. ആ വൃത്തികെട്ട അസഭ്യ ചിന്താഗതിയുള്ള നിങ്ങളെയൊക്കെ അത് ആണായാലും പെണ്ണായാലും പിന്നെ അങ്ങോട്ട് എഴുതിയിരിക്കുന്ന തെറിയുടെ ഒരു വലിയ ഒരു
പാട്ടാണ് കേട്ടോ. അതിന് അവസാനത്തെ ഭാഗം ഞാൻ വായിക്കാം. നിന്റെയൊക്കെ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തനത്തെക്കാൾ അന്തസ്സുണ്ട് വൃത്തികെട്ടവനെന്ന് നിങ്ങൾ വിളിക്കുന്ന വിനായകന്റെ തെറിവിളികൾക്ക്. ഇനിയെങ്കിലും കുനിഞ്ഞു നിന്ന മാധ്യമ പ്രവർത്തനം നടത്താതെ നട്ടെല്ല് നിവർത്തി നിന്ന് നിന്റെയൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തൂ അപർണ എന്നാണ് വിനായകൻ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും അപർണ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപർണ കുറുപ്പ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം, ആ പ്രതികരണം പറയുന്നു ഇങ്ങനെയാണ്: അസഭ്യമാണ് മൊത്തത്തിൽ വിനായകൻ പറയുന്നത് എന്നുള്ളതാണ്. വിനായകനെ സംബന്ധിച്ച് വിനായകൻ നല്ലൊരു നടനാണ്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വിനായകൻ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ കുറച്ച് മാന്യത പുലർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി വിനായകൻ എന്ത് വൃത്തികേട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും വിനായകൻ ഇടതുപക്ഷമാണ്, വിനായകൻ സഖാവാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വിനായകൻ പറയുന്ന സംഭവത്തിന്റെ അല്ലെങ്കിൽ വിനായകനെതിരെ വരുന്നതെല്ലാം ഇടതുപക്ഷത്തിലേക്ക് ചാച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അതിപ്പോ ന്യൂസ് 80യുടെ ഭാഗത്തു നിന്നാണെങ്കിൽ എവിടെ നിന്നൊക്കെയാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിനായകൻ എന്ന് പറയുന്ന വ്യക്തി ദളിത് കാർഡ് ഇറക്കുന്നു എന്നതാണ് അപർണ കുറുപ്പ് ഇവിടെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കൊന്നും ഞാൻ എന്തായാലും പോകുന്നില്ല. അവിടെ ഈ പറയുന്ന അദ്ദേഹം ഒരു ദളിതനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദളിതർക്ക് വേണ്ടി സംസാരിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാനുമുള്ള അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ദളിത് കാർഡ് ഇറക്കുന്നു എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളൂ. തീർച്ചയായും വിനായകന് പ്രതികരണങ്ങൾ രേഖപ്പെടുത്താം, പക്ഷെ അത് മാന്യമായിരിക്കണം. അസഭ്യമായിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ ആ രീതിയിലുള്ള എഴുത്തുകൾ, പല രീതിയിലുള്ള തെറി പറഞ്ഞുകൊണ്ടുള്ള എഴുത്തുകൾ ഒന്നും നിങ്ങൾ ഇടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ബാക്കി പറയുന്നതെല്ലാം മാന്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അപർണ കുറുപ്പ് നടത്തിയിട്ടുള്ള ആ വിഷയമായി ഒരുപക്ഷെ അവരുടെ ചാനലിനെ സംബന്ധിച്ച് അവർ അന്നത്തെ അന്തിച്ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം റേറ്റിംഗിൽ ഒന്നാമതെത്താൻ വേണ്ടിയും പ്രേക്ഷകരെ കൂട്ടാൻ വേണ്ടിയും വ്യൂവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയും ഒക്കെ മാധ്യമങ്ങൾ, ഇന്നിന്റെ മാധ്യമ പ്രവർത്തകരൊക്കെ അങ്ങനെ പല രീതിയിലുള്ള വാർത്തകളൊക്കെ തെരഞ്ഞു കണ്ടുപിടിച്ചും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ അന്തിച്ചർച്ചയൊക്കെ നടത്തുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ന്യൂസ് 80 ചാനലൊക്കെ ഗൂണ്ടകളെയൊക്കെ കൊണ്ടുവന്ന് വരെ അവിടെ അന്തിച്ചർച്ച പോലത്തെ പരിപാടികളൊക്കെ നടത്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തോ ആകട്ടെ. അപ്പോ പിന്നെ മാത്രമല്ല ആ ചാനലിന്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അപർണ കുറുപ്പ് പറയുന്നതിലുമൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല. അപർണ കുറുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷെ അപർണ കുറുപ്പിനെ സംബന്ധിച്ചും അപർണ കുറുപ്പ് വിനായകനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വിനായകനെ കൂടുതൽ ചൊടിപ്പിക്കുന്നു. വിനായകൻ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഓരോന്നെഴുതി അദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ തമ്മിൽ ഇങ്ങോട്ടേക്കും ചെളിവാരി എറിഞ്ഞുകൊള്ളൂ. നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിബേറ്റുകൾ നടത്തിക്കൊള്ളൂ. പക്ഷെ അതിലേക്ക് രാഷ്ട്രീയം വലിച്ച് എടുക്കേണ്ട ഒരു കാര്യമില്ല. അതിലേക്ക് ദളിതുകാരനെ പറ്റി സംസാരിച്ച് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മാത്രവുമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പൊക്കെ വിനായകൻ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം നടത്തി അധിക്ഷേപ പ്രസംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പല സംഭവങ്ങളൊക്കെ നമ്മൾ വിനായകന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. വിനായകൻ ഈയിടക്കാലത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് വിനായകനെ പൂർണ്ണമായൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അദ്ദേഹം നല്ലൊരു നടനാണെന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല. നല്ല മികച്ച ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ ആക്ടിങ് നല്ല ഗംഭീരമാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിരുന്ന എല്ലാ വൃത്തികേടുകളും നമുക്ക് കൈയടിക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങളിൽ നിന്ന് എന്തായാലും വിനായകൻ കുറച്ചൊക്കെ മാറി ചിന്തിക്കണമെന്നും കുറച്ചൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒരു മാന്യത പുലർത്തണമെന്നും ഒക്കെ പറഞ്ഞു വെക്കുകയാണ്. അടൂരിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അടൂർ പറഞ്ഞതിനെ നമുക്ക് കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല. അടൂർ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ മാന്യമായിരിക്കണം പ്രതികരണങ്ങൾ. മാന്യമല്ലെങ്കിൽ സ്വാഭാവികമായും പല രീതിയിലുള്ള ചർച്ചകൾ വരും, പല രീതിയിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിബേറ്റുകൾ വരും. വിനായകൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിനായകൻ എന്താണ് AKG സെന്ററിൽ നിന്ന് എഴുതി കൊടുത്ത് വിനായകനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന മട്ടിൽ ചില ആളുകളൊക്കെ പല പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള രേഖപ്പെടുത്തുന്ന കമന്റുകളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നു പോകുന്നത്. വിനായകൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രതികരണങ്ങളല്ല എന്നും ഒരു ഘട്ടത്തിൽ പോലും വിനായകൻ ഇത്തരത്തിലുള്ള സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിനായകനെതിരെ എന്തെങ്കിലും കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം അയാളെ സംരക്ഷിക്കുന്ന നിലപാടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ അയാളെ പിടിച്ചകത്തിരുന്ന അയാൾ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോ എന്തായാലും അദ്ദേഹം സഖാവാണ്, സഖാവായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, സഖാക്കളാണ് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊന്നും ഇവിടെ പറയുന്നില്ല. നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും സഖാക്കൾ കൈയടിക്കും. അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടോ അല്ലെങ്കിൽ മാന്യതക്കുറവോ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ് എന്ന് തന്നെ പറയും. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. എന്തായാലും വിനായകനും അപർണ കുറുപ്പും തമ്മിലുള്ള ഈ അടിയോടടി, ഈ ചെളിവാരിയർ പൊതുവെ ന്യൂസ് 80യെ സംബന്ധിച്ച് വ്യൂവേഴ്സിനെ കൂട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്കും മാത്രമേ ഉപകരിക്കുകയുള്ളൂ. എന്തായാലും ഒന്നല്ലെങ്കിൽ അപർണ കുറുപ്പ് നിർത്തുക അല്ലെങ്കിൽ വിനായകൻ നിർത്തുക. പൊതുവെ അപർണ കുറുപ്പ് നിർത്തിയാൽ വിനായകൻ നിർത്തും എന്നാണ് എനിക്ക് പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. വീണ്ടും വീണ്ടും ചൊടിപ്പിച്ച് അയാളെ കൊണ്ട് പോസ്റ്റ് ചെയ്യിപ്പിച്ച് വീണ്ടും വീണ്ടും വാർത്തകൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നിങ്ങൾ തുടരുക. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പൊതുജനം എല്ലാവരെയും വിലയിരുത്തുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.